ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചെറിയ ചെറിയ സിനിമ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോനെ പറ്റിയിട്ടാണ്. മാർക്കോ നമ്മളെ ഉണ്ണി മുകുന്ദൻ്റെ ഫിലിം മാർക്കോ, അതിൻ്റെ ഏകദേശം ഒഫീഷ്യൽ ടീസർ ഇറങ്ങാൻ പോകുന്നുണ്ട് ഡിസംബർ 14. അപ്പോൾ അത് ഡിസംബർ ലാസ്റ്റോട് കൂടി തന്നെ ഏകദേശം നമ്മൾ തിയേറ്ററിൽ വരേണ്ട ഒരു സിനിമയാണ്. 2024 ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് ഇറങ്ങുന്ന പടമാണ് മാർക്കോ. ഏകദേശം ഒരു വയലൻസ് ത്രില്ലർ ജോണർ പടമാണ്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടറിയുന്നത് ഏകദേശം നമ്മളെ മലയാളത്തിൽ ഇമാതിരി ഒരു പടം ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് മാർക്കോനെ പറ്റിയിട്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം നല്ലതാണെങ്കിൽ നമുക്ക് നല്ല റിവ്യൂ തന്നെ ഇടാം. കാരണം വെച്ചാൽ ഇമാതിരി വലിയ ഹൈപ്പോട് കൂടിയിട്ട് വരുന്ന പടങ്ങളല്ലോ ഇപ്പം പേടിയാണ്. അതുകൊണ്ട് പറഞ്ഞു, വേറെ ഒന്നുമല്ല. എന്തായാലും പടം വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാർക്കോ ഉണ്ണി മുകുന്ദൻ്റെ. പിന്നെ അടുത്ത അപ്ഡേറ്റ് വരുന്നത് ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മളെ യാഷ് KGF അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഗീതു മോഹൻദാസാണ്. അത് ശരിക്കും ഈ 2024 തിയേറ്ററിൽ ഇറങ്ങേണ്ടതാണ്. അതെന്തോ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. എന്തോ റീസൺസ്, എന്തോ കാരണങ്ങൾ അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് അടുത്ത കൊല്ലം 2025 ഡിസംബറിലേക്കാണ് മാറ്റിയെന്നുള്ള റിപ്പോർട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല. ടോക്സിക് എന്നാണ് അതിൻ്റെ പേര്. ഏകദേശം നല്ലൊരു മാസ് മസാല ടൈപ്പ് ഒരു സാധനമാണ് യാഷിൻ്റെ. അപ്പോൾ അത് ഈ കൊല്ലം 2024 ഡിസംബറിൽ ഇറങ്ങേണ്ട പടമാണ്. അത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിട്ട് 2025 മാറ്റിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത കൂലി, രജനീകാന്ത് സൂപ്പർ സ്റ്റാർ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ കൂലി. അതിപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജയ്പൂരിൽ അതിൻ്റെ ഷൂട്ടിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മേലെയുള്ള ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹിന്ദി നടൻ അമീർ ഖാൻ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, കേൾക്കുന്നത് റിപ്പോർട്ട്സ്. അപ്പോൾ എന്തായിരിക്കും പടം എന്ന് അറിയില്ല. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡിസംബർ 12 അതിൻ്റെ ടീസർ ഇറക്കുന്നുണ്ട്. അത് ഡിസംബർ 12 കാരണം എന്താ വെച്ചാൽ രജനി സാറിൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ഡിസംബർ 12. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷപരമായ ഒരു ഇതിന് ഇറക്കുന്നതാണ് ഡിസംബർ 12 കൂലിൻ്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതൊരു കൂലി ഒരു വെയിറ്റിംഗ് തന്നെയാണ്. കാരണം ലോകേഷ് കനകരാജ് രജനീകാന്ത് പടമാണ്. പക്ഷേ ഇപ്പോൾ മലയാളമായാലും തമിഴായാലും തെലുങ്കായാലും എല്ലാം ഒരു പേടി വരികയും ഈ ബിഗ് ബഡ്ജറ്റ് പടം പിന്നെ വലിയ ഹൈപ്പോട് കൂടിയിട്ടുള്ള പടങ്ങളെല്ലാം ഇറങ്ങുമ്പോൾ ജസ്റ്റ് ദൈവമേ എന്താവും എന്നറിയില്ലല്ലോ എന്നുള്ളൊരു ലെവലിലുള്ളൊരു ഇത്. അതുകൊണ്ട് ഇതും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിൽ. കൂലി രജനീകാന്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടീസർ ഡിസംബർ 12 ഓൺ ബർത്ത്ഡേ ഓഫ് രജനീകാന്ത് സാർ. ഓക്കെ. പിന്നെ ഇത് നമ്മളെ മമ്മൂക്കാൻ്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. മമ്മൂക്കാൻ്റെ പടം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അത് ഓൾറെഡി ഇപ്പോൾ തിയേറ്ററിലെല്ലാം അതിൻ്റെ ഒരു ട്രെയിലർ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതലേ അതിൻ്റെ ട്രെയിലർ ഇറങ്ങി. നമ്മളെ ഗോകുൽ സുരേഷ് ഗോപി പിന്നെ മമ്മൂക്ക ഒരു കോമഡി ബേസ് ആയിട്ടുള്ള ഒരു ഡ്രാമ ത്രില്ലർ പടമാണ് ഗ്യാരണ്ടി ആയിട്ട്. അതെപ്പോഴാണ് നമ്മൾ തിയേറ്ററിൽ വരുന്നത് വെച്ചാൽ ജനുവരി 16 അതായത് 2025 ജനുവരി 16 മമ്മൂട്ടീൻ്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് വരുമെന്നാണ് പറയുന്നത് തിയേറ്ററുകളിലേക്ക്. ഗോകുൽ സുരേഷ് ഗോപി മമ്മൂക്ക. കോമഡി ഉണ്ട്. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് കോമഡി ബേസ് പിന്നെ ഡ്രാമ ത്രില്ലർ പടമാണ്. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ചെറിയ ചെറിയ അപ്ഡേറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ള അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്കോ ആണ്. ഒഫീഷ്യൽ ട്രെയിലർ ഡിസംബർ 14. അതായത് ഈ മാസം തന്നെ പടം ഇറങ്ങും. ഈ മാസം 2024 ലാസ്റ്റോട് കൂടിയിട്ട് മലയാളത്തിൻ്റെ ഒരു മാസ് മസാല ഒരു ത്രില്ലിങ് പടം മാർക്കോ. കുറച്ചായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ട്രെയിലറും ടീസറും അങ്ങനെ നമ്മളിങ്ങനെ മാർക്കോ എന്ന് കേട്ടില്ല. ഇപ്പോൾ ജഗദീഷ് നമ്മളെ പണ്ട് കോമഡിയും എല്ലാ ക്യാരക്ടർ റോളും എല്ലാം ചെയ്യുന്ന ചങ്ങായി അടക്കം ഇൻ്റർവ്യൂവിലടക്കം വന്നിട്ട് പറഞ്ഞിട്ടില്ല. ചങ്ങായി വരെ അമ്മാതിരി ഒരു റോൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല ഇതേമായിട്ടൊരു മലയാള പടം ഇറങ്ങിയിട്ടില്ല എന്നാണ്
എല്ലാവരും ഈ അഭിനയിച്ച ജഗദീഷ് സർ അടക്കം പറയുന്നത് ഇമാതിരി ഒരു മലയാള പടം, അതായത് അത്രയും ആക്ഷൻ, അതിൻ്റെ അത് ജസ്റ്റ് ഒരു തമാശ ലെവലിൽ പറഞ്ഞാണോ അറിയില്ല, 18 വയസ്സ് താഴെയുള്ള കുട്ടികളാരും ഈ തിയേറ്ററിൽ പോയി കാണാൻ നിൽക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് മാർക്കോ നമുക്ക് കണ്ടറിയാം. പിന്നെ മോഹൻലാൽ സാറിൻ്റെ എല്ലാം പടം വരുന്നുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അടുത്ത ഇതിലേക്ക് കിട്ടും. 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ വരാനുണ്ട്. മോഹൻലാൽ സാറ് നമ്മളെ ഒരു കോമഡി റേഞ്ചിൽ പടം ഇറക്കിയ ആ ഒരു വൈബിലാണ് പോലും വരുന്നത്. കോമഡി റേഞ്ചിലുള്ള ഒരു പടം, പിന്നെ കുറച്ച് മാസ് മസാല, അങ്ങനത്തെ ഒരു 2-3 പടം ഇറങ്ങാനുണ്ട്. എമ്പുരാൻ്റെ അപ്ഡേറ്റ് എല്ലാം ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം ഈ സിനിമകളുടെ അപ്ഡേറ്റ്സ്